ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നല്ല അടിപൊളി ടീ സ്നാക്ക് ഉണ്ടാക്കാനാണ് പോകുന്നത്. നുറുക്ക് ഗോതമ്പിലോട്ട് കുറച്ച് വെജിറ്റബിൾസ്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത്, സവാളയൊക്കെ ചേർത്ത്, കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായി കുഴച്ച് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടീ സ്നാക്കായി. ഹെൽത്തിയുമാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം ചോറിന്. എല്ലാം ഡയറക്റ്റ് ചേർത്ത് കുഴച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആകെ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, ഫ്രൈ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പും കൂടി ഞാൻ ചേർക്കുവാണ്. അപ്പോൾ മൊത്തം 3/4 കപ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് തിരിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് 4-5 പ്രാവശ്യം കഴുകി ഡ്രെയിൻ ചെയ്ത് നമുക്ക് ഈ ബൗളിലേക്ക് തന്നെ ഇടാം. ഞാൻ കഴുകി എടുത്തിരിക്കുന്നതാണിത്. ഈ 3/4 കപ്പ് നുറുക്ക് ഗോതമ്പിന് 3/4 കപ്പ് തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് തിളക്കുന്ന ആ സമയത്ത് തന്നെ ഇതിലേക്ക് ഒഴിക്കാം. അല്ലെങ്കിൽ ആ തിളക്കുന്ന പാത്രത്തിലേക്ക് ഇതിട്ടിട്ട് 1 മിനിറ്റ് തിളപ്പിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതുമാണ്. അപ്പോൾ കുറച്ചുകൂടി ഗോതമ്പ് നന്നായിട്ട് സോഫ്റ്റ് ആകും. ഞാനിപ്പോൾ തിളപ്പിച്ച വെള്ളം അങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത്. എന്നിട്ടിത് മൂടി വെച്ചിട്ടൊരു 6-7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വൈകുന്നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് കാലത്ത് ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് ഗോതമ്പ് സോഫ്റ്റായിട്ടിരിക്കും. നുറുക്ക് ഗോതമ്പ് നല്ല സോഫ്റ്റായിട്ടിരിക്കും. തിളപ്പിച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. നമ്മൾ പൊട്ടറ്റോയൊക്കെ വേവിച്ചിട്ടല്ലേ എടുക്കുന്നത്. അതുപോലെ നുറുക്ക് ഗോതമ്പും ഒന്ന് തിളപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് എടുത്താൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചതെല്ലാം നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടാകും. ഇപ്പോൾ ഇതിനടിയിൽ കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാനത് പിഴിഞ്ഞാണ് ഒരു ബൗളിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ആ വെള്ളം എന്നിട്ട് എടുക്കില്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് പൊരിക്കാൻ പറ്റില്ല, പൊടിഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് ഞാനിത് പിഴിഞ്ഞാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കുതിർന്ന നുറുക്ക് ഗോതമ്പാണ് കേട്ടോ ഇത്. എന്നിട്ടിത് ഞാനിപ്പോൾ പിഴിഞ്ഞൊരു ബൗളിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളം തിളപ്പിച്ചിട്ട് ഈ നുറുക്ക് ഗോതമ്പ് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അത് മൂടി വെച്ചിട്ട് നമ്മൾ 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ടിരിക്കും. ബ്രോക്കൺ വീറ്റൊക്കെ നന്നായിട്ട് ഒരു ഹാഫ് കുക്കായിട്ടുണ്ടാവും. അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുള്ളിയാണിത് പൊടിയായിട്ട് അരിഞ്ഞത്. ചെറുള്ളിയാണ് നല്ലത്. സവാളയാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഊറി വരും. പിന്നെ ഇതിലേക്ക് 2-3 പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാം 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്, വെജിറ്റബിളെല്ലാം. പിന്നെ എൻ്റെ കയ്യിൽ ഫ്രോസൺ പീസ് ഉണ്ടായിരുന്നു, അതും ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ മുഴുവനായിട്ട് കിടന്നാൽ ഇത് അടർന്നു പോകും. അതുകൊണ്ട് ഞാനിത് ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തിട്ടെടുത്താണ്. അതുപോലെ തന്നെ സ്വീറ്റ് കോണും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചതച്ച ജിഞ്ചർ ചേർക്കുക. 1 ടീസ്പൂൺ തന്നെ ചതച്ച ഗാർലിക്കും ചേർക്കുക. ജിഞ്ചറും ഗാർലിക്കും ചതച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ പേസ്റ്റ് വാങ്ങിയതുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ചിക്കൻ കബാബ് മസാലയാണ്. ചിക്കൻ 65 മിക്സും ഇത് തന്നെയാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. അത് 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയാൽ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ 2 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത
കുരുമുളകും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക. പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയില്ലേ, അത് വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കുക. കുറച്ചുകൂടി ഹെൽത്തി ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കറിവേപ്പില, നമ്മുടെ നാടനാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കുക. നമ്മൾ കറിയിലൊക്കെ കറിവേപ്പില ഇട്ടിട്ട് എടുത്ത് കളയുകയാണ് ചെയ്യണത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മളുടെ ഉള്ളിൽ ചെല്ലും. ആൻറ്റിബയോട്ടിക് ഔഷധ ഗുണമുള്ളതാണ് കറിവേപ്പില. എന്നിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് എണ്ണയും കൂടി ചേർക്കുക. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് തിരുമ്മി കുഴക്കുക. അപ്പോൾ ഈ ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. നല്ലപോലെ തിരുമ്മി ചേർക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്, സ്ലൈസസ്. അത് ഇതിലേക്ക് കട്ട് ചെയ്ത് ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. നിങ്ങൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടും നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടു. ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്നും കളയേണ്ട ആവശ്യമില്ല. ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്നും കളയേണ്ട, എല്ലാം മുഴുവനായിട്ടും നമുക്കിതിൽ ഉപയോഗിക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല പ്രഷർ കൊടുത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ പൊട്ടാറ്റോ ഒക്കെ മാഷ് ചെയ്ത് ചേർക്കുന്നത് പോലെ തന്നെ ആവും ഇത്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ചേർക്കണം. പിന്നെ നിങ്ങൾക്ക് മൈദ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ കിട്ടും. കോൺഫ്ലവർ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇത് വിട്ടൊന്നും പോകുകയൊന്നുമില്ല. ഫ്രൈ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാനത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഞാൻ ആദ്യം ഒരു ഉരുള എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് മൊത്തത്തിൽ ഉരുളകളാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യം ഞാനൊരു ഉരുള എടുത്തിട്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുക. നമ്മൾ കട്ട്ലറ്റിന് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉരുട്ടിയെടുത്തിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്ത് വയ്ക്കുക. അതിലൊന്ന് മുക്കി നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കി വെക്കാം. അപ്പോൾ എല്ലാം ഉരുട്ടിയതിന് ശേഷം ഇങ്ങനെ ആക്കുന്നതാണ് നല്ലത്. ഞാനിത് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലെ നമുക്കെല്ലാം ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൽ മുട്ടയുടെ ആവശ്യമില്ല. നമ്മൾ പിന്നെ അതുപോലെ മുക്കി പൊരിക്കാനായിട്ടുള്ള ബാറ്റർ അതൊന്നും വേണ്ട. ഞാനിതെല്ലാം ഷേപ്പ് ചെയ്ത് മൈദയിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാനായിട്ട്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇടുക. എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ബീറ്റൺ എഗ്ഗിലൊന്നും മുക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മൈദയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് മുക്കി പൊരിച്ചതൊന്നും അല്ല, ഒന്നും മുക്കി പൊരിച്ചിട്ടില്ല. പിന്നെ അതുപോലെ വെജിറ്റബിളൊന്നും വഴറ്റിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ ഷേപ്പ് ചെയ്ത് മൈദയിൽ മുക്കിയിട്ട്, മൈദ പൊടിയിലാണ്, ബാറ്ററും അല്ല, നമുക്കിത് പൊരിച്ചെടുക്കാം. വിട്ടൊന്നും പോകുകയൊന്നുമില്ല. എണ്ണയിൽ ഒരു തരി പോലും വിട്ട് കിടക്കില്ല. നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ആ 3/4 കപ്പ് ഗോതമ്പ് നുറുക്കൊണ്ട് എനിക്ക് 10 കട്ട്ലറ്റാണ് ഇതുപോലത്തെ കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 5 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 എണ്ണം കൂടി ഫ്രൈ ചെയ്യാനുണ്ട്. അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ നമ്പർ അനുസരിച്ച് ഇതിൻ്റെ മെഷർമെൻറ്റ് കൂട്ടിയെടുക്കാം. 1 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പൊക്കെ കൂടുതലായിട്ട് എടുത്തിട്ട് അതനുസരിച്ചുള്ള
ഇൻഗ്രീഡിയൻസും കൂടുതൽ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഗോതമ്പ് നുറുക്കിൻ്റെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസാണ്, ഹെൽത്തിയുമാണ്, പ്യുവർ വെജിറ്റേറിയൻ സ്നാക്കാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഉള്ളൊക്കെ നല്ല ക്രഞ്ചിയാണ്, പുറം നല്ല ക്രിസ്പിയുമായിട്ടാണ് ഇരിക്കുന്നത്. സോസിന് മുക്കി കൊടുത്താൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. നല്ല രുചിയാണ് കേട്ടോ. അപ്പം മുട്ടയൊന്നും ചേർക്കാതെ ബ്രെഡ് ക്രംസിൽ മുക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടീ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നുറുക്ക് ഗോതമ്പിൻ്റെ കട്ട്ലറ്റ് വളരെ ഡെലീഷ്യസാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണിത്. വലിയവർക്കും കഴിക്കാൻ പറ്റും, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.